ഇന്നിപ്പം പ്രഭാകരേട്ടൻ്റെ കൂടെ രണ്ടാമത്തെ ദിവസമല്ല മൂന്നാമത്തെ ദിവസമാണ് ഞാൻ കൂടിയിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പേ ഉള്ള ദിവസങ്ങളിലുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ ഈ അലമാര ഉണ്ടല്ലോ, അലമാരയുടെ പിന്നെ മുകളിൽ ഉള്ള, അതായത് തലക്കെട്ട് എന്നാണ് പിന്നെ പ്രഭാകരേട്ടൻ പറഞ്ഞത്. തലയെക്കെട്ടും അതുപോലെ ഇരുത്തി എല്ലാം ആണ് ഇന്നലെ നമ്മൾ എന്താ പറയുക മെഷീനിൽ അതായത് അത് മെഷീനിൽ ഒരു ടൂൾ വെച്ചിട്ടാണ് അതിൻ്റെ ഷേപ്പൊക്കെ ആക്കിയത്. അത് എങ്ങനെ ഷേപ്പൊക്കെ ആക്കിയെന്ന് വെച്ചാൽ ഒരു മോൾഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മോൾഡിങ് വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക എല്ലിൻ കീ വെച്ചിട്ട് അത് തുറന്നിട്ട് അതിൽ ഒരു ബ്ലേഡ് വെച്ചിട്ടാണ് നമ്മൾ ആ ഷേപ്പ് ഉണ്ടാക്കിയത്. ഏതിൻ്റെ തലയെക്കെട്ടിൻ്റെയും അതേപോലെ ഇരുത്തിൻ്റെ എല്ലാം പിന്നെ അതിൻ്റെ ഇതുണ്ടാക്കിയത്. എന്നിട്ട് പിന്നെ ഒരു റീപ്പർ ഉണ്ടായിരുന്നു. റീപ്പർ അതിൻ്റെ രണ്ട് ഭാഗങ്ങളിലും അടിച്ച് അതിൻ്റെ അപ്പുറത്തും അടിച്ച് മോൾഡ് വെച്ചിട്ട് ആണിയെല്ലാം അടിച്ച് അങ്ങനെയെല്ലാം ചെയ്തത്. അപ്പോൾ ഇപ്പോൾ മെഷീൻ്റെ ഈ വർക്കാണ് ചെയ്യുന്നത്. മെഷീനിലിപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് പ്രശാന്തേട്ടൻ വന്നതാണ്. പ്രശാന്തേട്ടൻ പിന്നെ പോളിഷ് ചെയ്യാൻ വന്നിരുന്നു. അപ്പോൾ പ്രശാന്തേട്ടൻ പ്രഭാകരേട്ടനെ സഹായിക്കുന്നതൊക്കെ കണ്ടു. എന്നിട്ട് ചോദിച്ചതാണ്, പ്രഭാകരേട്ടനെ ഇന്ന് നിങ്ങളാണോ സഹായിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ യൂട്യൂബിന് വേണ്ടി ആണ്, യൂട്യൂബ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പ്രഭാകരേട്ടൻ്റെയും എൻ്റെയും ഞങ്ങൾ രണ്ടുപേരുടെയും വർക്കൊക്കെ കുറച്ച് സമയം നോക്കി. എന്നിട്ട് പ്രശാന്തേട്ടൻ്റെ വർക്കിലേക്ക് പോയി. പിന്നെ നമ്മളെ വർക്ക് തന്നെ, അതായത് ഈ മെഷീനിൽ നമ്മൾ മരത്തിൻ്റെ ഇരുവശങ്ങളിലുള്ള ഇതുണ്ടാവില്ല, മുരുമുരുപ്പെല്ലാം, അതെല്ലാം ഇങ്ങനെ ക്ലീൻ ആക്കുന്നതാണ്. അപ്പോൾ ഈ മെഷീന് എന്താ പറയുക, ഇങ്ങനെ ടൈറ്റാക്കുന്ന ഒരു പിന്നെ ഇതുണ്ടായിരുന്നു, ജി ക്ലാമ്പ്. ആ ജി ക്ലാമ്പ് എന്ന് പറഞ്ഞു, പിന്നെ സി ക്ലാമ്പ് എന്നും പറയാൻ. ഇതെന്താ പ്രഭാകരേട്ട പറയാം ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ പ്രഭാകരേട്ടൻ പറയുന്നതിൻ്റെ ഉച്ചാരണം എനിക്കൊട്ട് മനസ്സിലാകുന്നില്ല. അവസാനം പ്രഭാകരേട്ടൻ ജി, അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പും ജി തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് ഓർത്തെടുത്തു, ആ ജി ക്ലാമ്പ്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പ്രഭാകരേട്ടൻ സി ക്ലാമ്പ്. അതങ്ങനെ ജി അല്ലേ നേരത്തെ പറഞ്ഞേ, ഇപ്പോൾ ഇതെങ്ങനെ സി ആയ? അപ്പോൾ പ്രഭാകരേട്ടൻ പറഞ്ഞു സിയും ജിയും അങ്ങനെയൊക്കെ പറയും ആ ക്ലാമ്പിന് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ക്ലാമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ജി ക്ലാമ്പ്, ഞാൻ പറഞ്ഞ ക്ലാമ്പില്ലേ, ആ ക്ലാമ്പ്, ജി ക്ലാമ്പ്, സി ക്ലാമ്പ് ഓർ സ്ലീ ക്ലാമ്പ് ഇപ്പോൾ ഉപയോഗിച്ചിട്ട് ഈ മെഷീൻ്റെ ഇത് മാറ്റി. ഇപ്പം ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ആ ക്ലാമ്പാണ്. ആ ക്ലാമ്പ് മാറ്റി. എന്നിട്ട് അതിൻ്റെ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന മെഷീൻ ഇങ്ങനെ ആക്കിയല്ലോ, ഇത് മരമൊക്കെ ഇങ്ങനെ മുറിച്ച് ഷേപ്പാക്കി എടുത്തല്ലോ, അത് മാറ്റി. എന്നിട്ട് പിന്നെ നമ്മൾ മറ്റൊരു ഒന്ന് വെക്കുകയാണ്. അങ്ങനെ അത് എടുത്ത് മാറ്റി. എന്നിട്ട് അടുത്തത് പ്രഭാകരേട്ടൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അതാക്കിയതെന്ന് പറഞ്ഞത്. അത് ആ ഒരു പലക കഷ്ണം പോലത്തത്, അത് 45 ഡിഗ്രിയിൽ അതിനെ എന്താ പറയുക മുറിക്കുന്നുണ്ട്. 2 ആണിയെല്ലാം അടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആണിക്ക് സപ്പോർട്ടായിട്ട് വെക്കും. സപ്പോർട്ടായിട്ട് വെച്ചിട്ട് ഇതിങ്ങനെ അങ്ങനെ മെഷീനൊക്കെ വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പണിയെല്ലാം നടന്ന് പിന്നെ എന്നിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ തലയെക്കെട്ടില്ലേ, അത് അവിടെ ഉണ്ടാക്കി വെച്ചതെല്ലാം പോയിട്ട് അവിടെ ആണി എടുത്തിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. ആണി എന്ന് പറയുന്നത് 1/2 ഇഞ്ചിൻ്റെ ഉണ്ട്, ഒരു 1.5 ഇഞ്ചിൻ്റെ ഉണ്ട് എന്നൊക്കെ. അപ്പോൾ ആണിയെക്കുറിച്ചൊരു പറഞ്ഞു തന്നിട്ടില്ലല്ലോ. ആണിയെക്കുറിച്ച് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആണി ഏകദേശം അത് 1.5 ഇഞ്ചിൻ്റെ ആണിയാണ് അത് അടിച്ചത്. ആണി അടിക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു മോൾഡിങ്ങിൻ്റെ ഒരു ഇരുമ്പിൻ്റെ അത് സപ്പോർട്ടായിട്ട് വെക്കും. അപ്പോൾ പ്രഭാകരേട്ടൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടിക്കുകയാണ് ചെയ്യുക. ആദ്യം അത് നമ്മളിപ്പം ഫെവിക്കോൾ വെച്ചിട്ട് അതിനെ അവിടെ ഒട്ടിച്ച് വെക്കും. എന്നിട്ട് ആണി അടിക്കേണ്ടത് അതിന് ഒരു ഹോൾസ് ആക്കി വെക്കും. എന്നിട്ട് ആ ഹോൾസിലൂടെയാണ് നമ്മൾ എന്താ പറയുക ആ ആണി പ്രഭാകരേട്ടൻ അടിച്ചത്. പ്രഭാകരേട്ടന് ഇതൊക്കെ കാണാൻ പാടായിരിക്കുക, പക്ഷേ ഇത് ഞാൻ പ്രഭാകരേട്ടനിൽ നിന്ന് പഠിച്ച കാര്യങ്ങളിൽ ഞാൻ വോയിസ് ആയിട്ട് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആണി അടിക്കുന്നതിന് ഇങ്ങോട്ട് മുമ്പിൽ ആണി വെച്ചിട്ട് ഒരു പിന്നെ എന്താ പറയുക അടയാളം വെക്കും. വെയിലായതുകൊണ്ട് തന്നെ പ്രഭാകരേട്ടൻ്റെ കണ്ണിന് പിടിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ആണി ഇപ്പുറത്തടിക്കുന്നതിന് അപ്പുറത്തേക്ക് ഒരു അടയാളം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ മോൾഡിങ് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാ ആണിയും അവിടെ തലയെക്കെട്ടിൻ്റെത് എന്താ പറയുക ഫിനിഷ് ആവുകയാണ് ചെയ്തത്.
അതാ ആ മോൾഡിങ് എടുത്തിട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ആ മോൾഡിങ് എന്ത് ചെയ്ത് സപ്പോർട്ടായിട്ട് വെച്ചു. സപ്പോർട്ടായിട്ട് വെച്ചിട്ട് അവരെന്ത് ചെയ്ത് ആണി അടിക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെയാണ് ഇരുത്തീൻ്റെ ആ ഭാഗത്തും പിന്നെ ഇതുപോലെ തന്നെ മോൾഡ് വെച്ച് പിന്നെ ആണിയെടുത്ത് അടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ 2 ഭാഗങ്ങൾ ആണിയെടുത്ത് അടിച്ച്, അതുപോലെ തന്നെ നടുക്കും ഇടതും വലതുമായിട്ട് 2 ഭാഗങ്ങൾ റീപ്പറും അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഉച്ചയാണ്, വെയിൽ നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ ഉച്ചയാകുമ്പോഴേക്ക് തന്നെ എന്താ പറയുക, ചെറിയ തോതിലുള്ള വെയിൽ മാത്രമേ മുറ്റത്തടിക്കുന്നുള്ളൂ. ആ ചെറിയ തോതിലുള്ള വെയിൽ കൊണ്ടിട്ട് തന്നെ ഉച്ചയാകുമ്പോഴേക്കും എനിക്ക് നല്ല ക്ഷീണം വരും. പ്രഭാരേട്ടൻ ചോറിന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഉച്ച പണിക്ക് എനിക്ക് കയറാനേ പറ്റാറില്ല. ആ വെയിലിൻ്റെ ശക്തിയിൽ എനിക്ക് നല്ല ക്ഷീണമൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് തെറ്റുകയും പ്രഭാരേട്ടൻ്റെ അടുത്ത് നിന്ന് ഇടക്കിടക്ക് സാധാരണ ഒരു പഠിപ്പിക്കുമ്പോൾ ഒരു അധ്യാപകരായാലും കിട്ടിയിട്ടില്ലെങ്കിൽ ചീത്ത പറയുന്നത് പോലെ തന്നെ പ്രഭാരേട്ടന് എൻ്റെ നല്ല ചീത്തയല്ല അത് ശരിക്കും, അത് ശബ്ദമുയർത്തി തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതാണ്. അത് പ്രഭാരേട്ടൻ ആദ്യമേ എന്നോട് പറഞ്ഞിരുന്നു. കാരണം നമുക്ക് വിഷമാണ്ടെന്ന് വെച്ചിട്ടാണ് പ്രഭാരേട്ടൻ. ഞാൻ പറഞ്ഞു അതൊന്നും സാരമില്ല, നമ്മളും പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ ഇതിലും വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ആക്കിയതുകൊണ്ട് എനിക്കതൊന്നും പ്രശ്നമില്ല. നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ നാഫിസ് ട്യൂഷൻ വന്നിരുന്നു. ഓനെ CBSE ആണ്, SLC ആണ്. അപ്പോൾ 10th പരീക്ഷയ്ക്ക് ഉള്ള ആ ഒഴിവ് വേളയിൽ വന്നിട്ട് ചെയ്തിക്കിരുന്നിട്ട് ഓൻ പഠിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ യൂട്യൂബ് തുടങ്ങിയത് എങ്ങനെയാണെന്നും, യൂട്യൂബ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ഒരു സമയം, ഒരു ഉച്ച സമയത്ത് പെട്ടെന്ന് എന്നാൽ ഒരു യൂട്യൂബ് തുടങ്ങിയാലോ എന്ന് തോന്നിയ ഇതൊക്കെ പറഞ്ഞു. ഒരുപാട് വീഡിയോസ് എടുക്കുക, വീഡിയോ എല്ലാം ഗാലറി എല്ലാം നിറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ എല്ലാം എന്ത് ചെയ്യും, ഡിലീറ്റ് ആക്കും. അങ്ങനെ ഡിലീറ്റ് ആക്കുന്നതിനേയും കാട്ടി നല്ലത് യൂട്യൂബ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ചാനലിടാലോ, അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത്.